പ്രിയമുള്ളവരെ, വചനജ്വാല 1785 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 21 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നബൂഖദ്നേസറിന്റെ 2-ാം സ്വപ്നം. നബൂഖദ്നേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനങ്ങൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്: നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമായി ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവം എനിക്കറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത്! അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ! അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത്. നബൂഖദ്നേസറായ ഞാൻ എന്റെ കൊട്ടാരത്തിൽ സ്വൈരമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എന്റെ മുൻപിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു. മന്ത്രവാദികളും ആഭിചാരന്മാരും കൽദായരും ജ്യോത്സ്യന്മാരും വന്നു. ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്റെ ദേവന്റെ നാമധേയം അനുസരിച്ച് ബെൽത്തഷാസർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഉള്ളവനുമായ ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു: മന്ത്രവാദികളിൽ പ്രമുഖനായ ബെൽത്തേഷാസർ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞേയമല്ലെന്നും എനിക്കറിയാം. ഇതാ ഞാൻ കണ്ട സ്വപ്നം, ഇതിന്റെ വ്യാഖ്യാനം പറയുക. എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ്. ഭൂമിയുടെ മധ്യത്തിൽ ഞാൻ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം കണ്ടു. ആ വൃക്ഷം വളർന്നു വലുതായി. അതിന്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഭംഗിയുള്ള ഇലകളോടുകൂടിയ അത് ഫലസമൃദ്ധമായിരുന്നു. എല്ലാവർക്കും ആവശ്യകമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു. വന്യമൃഗങ്ങൾ അതിന്റെ തണലിൽ അഭയം തേടി. ആകാശപ്പറവകൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഈ വൃക്ഷം വെട്ടിമുറിച്ച്, കൊമ്പുകൾ ഛേദിച്ച്, ഇലകൾ തല്ലിക്കൊഴിച്ച്, കായ്കൾ ചിതറിച്ചു കളയുവിൻ. വന്യമൃഗങ്ങൾ അതിന്റെ ചോട്ടിൽ നിന്നും പക്ഷികൾ അതിന്റെ ശാഖകളിൽ നിന്നും ഓടി ഒളിക്കട്ടെ. അതിന്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അത് നനയട്ടെ. വന്യമൃഗങ്ങളോടുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവന്റെ വിധി. അവന് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിന്റെ മനസ്സ് ലഭിക്കട്ടെ. 7 സംവത്സരം അങ്ങനെ കഴിയട്ടെ. ഈ വിധി ദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ്. അത്യുന്നതനാണ് മനുഷ്യർ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കപ്പെട്ടവർക്ക്
അവിടുന്ന് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും മനുഷ്യരെല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണിത്. ഈ സ്വപ്നമാണ് നെബൂഖദ്നേസർ രാജാവായ ഞാൻ കണ്ടത്. ആകയാൽ അല്ലയോ ബെൽതെശാസർ, വ്യാഖ്യാനം എന്തെന്ന് പറയുക. എന്റെ രാജ്യത്തെ ജ്ഞാനികളിൽ ആർക്കും അത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നിനക്ക് അത് സാധിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ ബ്രിന്ദീസിയിലെ വിശുദ്ധ ലോറൻസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ലാറ്റിൻ, ഹീബ്രു, ഗ്രീക്ക്, ജർമ്മൻ, ബൊഹീമിയ, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകൾ സരസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു കപ്പൂച്ചിൻ വൈദികനാണ് ലോറൻസ്. മാതാപിതാക്കൾ ജൂലിയസ് സീസർ എന്നാണ് പേരിട്ടത്. 16-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ ചേരുമ്പോഴാണ് ലോറൻസ് എന്ന നാമം സ്വീകരിച്ചത്. 23-ാം വയസ്സിൽ വൈദികനായി. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥവിജ്ഞാനം അന്യാദൃശ്യമായിരുന്നു. സഭ തന്റെ ഗ്രന്ഥങ്ങൾ 15 വാല്യമായി പ്രസിദ്ധീകരിച്ചു. 31-ാം വയസ്സിൽ പ്രൊവിൻഷ്യലും 43-ാം വയസ്സിൽ മിനിസ്റ്റർ ജനറലുമായി. വീണ്ടും തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിഷേധിച്ചു. 80,000 തുർക്കി പടയാളികൾക്കെതിരെ 18,000 ക്രിസ്ത്യൻ യോദ്ധാക്കളുമായി ഫാദർ ലോറൻസ് ഒരു കുരിശുരൂപം കയ്യിൽ പിടിച്ച് പടനയിച്ച് വിജയിക്കുകയുണ്ടായി. ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഷഷ്ടിപൂർത്തിയുടെ അന്ന് മാരകമായ രോഗം മൂലം ദിവംഗതനാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ ലോറൻസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.